ഇന്ന് വളരെ സന്തോഷത്തിൽ നിൽക്കുന്നത് ചോറ് വിളമ്പി വെച്ചു. ചൂടാറി തുടങ്ങി. ചോറിൻ്റെ 2 മണിയായി. അതുകൊണ്ടാണ് ചൂടാറി തുടങ്ങിയത്. അപ്പോൾ വേഗം കറികൾ എടുക്കാം. ഇന്നത്തെ കറികളൊന്ന് പറയാം. ഏത്തക്കായും ബീഫും ഉലർത്ത് റോസ്റ്റ് എന്ന വയൽ വന്ന രണ്ടും ശരി തന്നെ. കിടല സാധനമാണ്. ഹരിക്കോട്ട് ബീൻസ് തോരൻ. ബീൻസിന്റെ പേരൊക്കെ പഠിച്ചു. നല്ല ഇളവനാട്ടോ. അത് ഇങ്ങനെ ഉരുവിട്ടോണ്ടിരിക്കുവല്ലേ, പിന്നെ എങ്ങനെ പഠിക്കാതിരിക്കും. അതെ, ഒന്ന് മറച്ചിട്ട് അല്ലെങ്കിൽ ശരിയാവും. അടുത്ത കറി ഇത് ഇന്നലെ ഉണ്ടാക്കിയതാണ്. മോരുകാച്ച തീർന്നോണ്ടിരിക്കുക കേട്ടോ. കഷ്ണങ്ങളില്ലാത്ത മോരുകാച്ച. തേങ്ങയരപ്പ്. പിന്നെ ദേ ഉള്ളി അവിടെ ഇരിക്കുന്ന അപ്പയ്ക്ക് അരിഞ്ഞിടാനാ. കണ്ണിമാങ്ങ നമ്മുടെ സ്വന്തം ഹോം മെയ്ഡ് ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറെ നാളിരുന്ന് മെച്ചറായി വന്ന ചവർപ്പ് രുചിയുള്ള കണ്ണിമാങ്ങ. പിന്നെ വിളമ്പുമ്പോ കാണാം അല്ലേ. അതെ ഓരോന്നും എടുക്കാം. എല്ലാവരും കഴിക്കുക. എല്ലാരും കഴിച്ചു കാണും. 2 ആയല്ലോ. അത് കഴിഞ്ഞ് വിശ്രമിക്കുക അല്ലേ. അപ്പൊ ഇടട്ടെ കറി. ഓരോന്നായിട്ട് നമുക്ക് ഇടാം. ബീഫും കായയും നമ്മൾ ഇതിലേക്ക് ഇട്ടോണ്ടിരിക്കുക. ചോറുണ്ണാൻ തുടങ്ങുക നമ്മളങ്ങനെ. ഇത് ചപ്പാത്തിക്കൊപ്പൊക്കെ അടിപൊളിയാട്ടോ. നല്ലതാ. നമ്മൾ കഴിക്കാറുണ്ടല്ലോ. മോരുകാച്ചിന് അമ്മ ഇപ്പൊ തോന്നിയ കയ്യിലൊക്കെ എടുക്കണേ. സമയം തെറ്റി എനിക്ക് തോന്നിയ പോലെ ആവും ചിലപ്പോ. ഞാനതാ പ്രശ്നം. മതിയോ? മതി. ഇപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. അപ്പയ്ക്ക് കണ്ണിമാങ്ങ അഡീഷണൽ ഉണ്ടാവും. എനിക്കത് ഉണ്ടാവില്ല. എനിക്കത് വേണ്ടേ. വലിയ താല്പര്യമില്ല. ഇവിടെ ഉണ്ടാക്കിയ കണ്ണിമാങ്ങ. അപ്പൊ ഇതാണ് മൊത്തം നമ്മുടെ കറികളിട്ട ലഞ്ച്. എല്ലാ കറികളും ഇട്ട് സെറ്റായി. ഇനി ടൈം ഫോർ ലഞ്ച്. ഉള്ളി അരിഞ്ഞത് ഇടുക. അപ്പയ്ക്ക് ഉള്ളി കൊടുക്കാറില്ലേ? ഉള്ളി പിക്കിളുള്ള ഒറ്റ ദിവസം ഉള്ളി എടുക്കൂല കേട്ടോ. ഉള്ളി പിക്കിളില്ലാത്ത ദിവസം എല്ലാ ദിവസവും തന്നെ എടുക്കാറുണ്ട്. ചില ദിവസം ഒന്ന് സ്കിപ്പായി പോകും. ചിലപ്പോൾ വിട്ടു പോണതാണ്. മിക്കവാറും തന്നെ ചെയ്യാറുണ്ട്. ഒരു കാര്യമായിട്ട് നമ്മളോട് ചോദിച്ചതാട്ടോ. മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു. 2 തളം വെളുത്തുള്ളി 1 തളം ചുമന്നുള്ളി ഇടുന്നത്. ചിലപ്പോ അപ്പു പറയും ചുമന്നുള്ളി ഇടണ്ടാന്ന്. വെളുത്തുള്ളി സ്ഥിരമായിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഇനി കഴിക്കാം നമുക്ക്. ഓക്കേ.